വിവാദങ്ങളുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന വിഷയമാണ് വഖഫ്. മോദി സർക്കാർ പരിഷ്കാരങ്ങൾക്കായി മുന്നോട്ട് വന്നതോടെ വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് പുതിയ തീവ്രത കൈവന്നിരിക്കുകയാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ വഖഫ് ബോഡി ഇന്ത്യയിലെ മതപരവും സാംസ്കാരികവുമായ ചലനാത്മകതയെ സ്വാധീനിക്കുക മാത്രമല്ല, ഭൂവുടമസ്ഥതയും ഭരണവും സംബന്ധിച്ച വൈരുദ്ധ്യങ്ങൾക്കും കാരണമായി. മൂന്നാം മോദി സർക്കാരിന് കീഴിൽ രാജ്യം കൂടുതൽ മുന്നോട്ടു പോകുമ്പോൾ വഖഫ് നിയമത്തിൽ ബിജെപിയുടെ നിർദ്ദിഷ്ട ഭേദഗതികൾ നിർണായകമായി. വഖഫ് സ്വത്തുക്കളുടെ വ്യാപ്തിയും ദുരുപയോഗവും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇത് ചെയ്യുന്നത്. വഖഫ് എന്താണെന്നും അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും ബിജെപിയുടെ പരിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് വഖഫ് ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുന്നത് എന്നും നോക്കാം. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോവ്മെന്റിനെയാണ് വഖഫ് എന്നത് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ വഖഫ് ആയി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും വിശാലമായ ഭൂമിയിൽ നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. വഖഫിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാഥമിക തർക്കങ്ങളിലൊന്ന് അതിന്റെ പരിധിയിൽ അവകാശപ്പെട്ട സ്വത്തുക്കളെ സംബന്ധിച്ചാണ്. ഇന്ത്യയിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വഖഫ് ആയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫ് ആയി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി. ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു. ഈ അവകാശവാദങ്ങളുടെ വ്യാപ്തി വർഷങ്ങളായി വികസിച്ചു. ഈ ഇസ്ലാമിക സ്ഥാപനം ഭൂമി കയ്യേറ്റത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉയർത്താനും ഇത് കാരണമായി. വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗമാണ് തർക്കത്തിന്റെ പ്രധാന വിഷയം. വഖഫ് സ്വത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പലതും ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി പുനർനിർമ്മിച്ചിരിക്കുന്നു. നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ഒരു ചാരിറ്റബിൾ എൻഡോവ്മെന്റായി ഉദ്ദേശിച്ചതിനെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റി. ഇത്തരം ആചാരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആശയത്തെ തുരങ്കം വെക്കുന്നുവെന്നും മതത്തിന്റെ പേരിൽ അന്യായമായി സമ്പത്ത് ശേഖരിക്കുന്നതിലേക്ക് നയിക്കുമെന്നും വാദിക്കുന്ന ഹിന്ദു ഗ്രൂപ്പുകൾക്കിടയിൽ വഖഫ് ഭൂമിയുടെ ഈ വാണിജ്യപരമായ വിനിയോഗം രോഷത്തിന് കാരണമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബിജെപി സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും സുതാര്യത വർദ്ധിപ്പിക്കാനും വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനും ശ്രമിക്കുന്നു. വഖഫ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുക, അവ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള ആക്രമണമാണ് ബില്ല് എന്ന് അവകാശപ്പെടുന്ന നിരവധി ഇസ്ലാമിക സംഘടനകളുടെ കടുത്ത എതിർപ്പാണ് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങൾ നേരിടുന്നത്. എന്നിരുന്നാലും വ്യക്തിപരവും വാണിജ്യപരവുമായ നേട്ടങ്ങൾക്കായി വഖഫിന്റെ വ്യാപകമായ ദുരുപയോഗം തടയേണ്ടത് ആവശ്യമാണെന്ന് ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട്. വിഭജന കാലത്ത് കുടിയേറിയവർ ഉപേക്ഷിച്ചുപോയ ഭൂമി വഖഫാക്കി മാറ്റുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. വലിയ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു മാർഗമായാണ് പലരും ഈ നീക്കം കാണുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഭൂനയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പലർക്കും കൈപ്പേറിയ അനുഭവമാണ്. ഇത് പരിഷ്കരണത്തിനുള്ള ആവശ്യത്തിന് ആക്കം കൂട്ടുന്നു. നിർദ്ദിഷ്ട വഖഫ് പരിഷ്കാരങ്ങളെ രാജ്യത്തുടനീളമുള്ള ഹിന്ദു സംഘടനകൾ സ്വാഗതം ചെയ്തു. വഖഫ് ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇമെയിലുകളാണ് സർക്കാരിന് അയച്ചിരിക്കുന്നത്. വഖഫ് മാനേജ്മെന്റിലെ ഉത്തരവാദിത്തത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം ഇമെയിലുകൾ പ്രതിഫലിപ്പിക്കുന്നു. വഖഫ് ഭൂമികളുടെ ദുരുപയോഗം തടയേണ്ടതിന്റെയും എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ചും വാചാലരാണ്. നിലവിൽ സർക്കാരിന് 10,000-കണക്കിന് ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിർദ്ദിഷ്ട പരിഷ്കാരങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. ബില്ലിനെതിരായ എതിർപ്പ് രൂക്ഷമാണെങ്കിലും പരിഷ്കരണത്തിന്റെ ആവശ്യകത അനിഷേധ്യമാണ്. ന്യായമായ ഭരണത്തിനായുള്ള ബിജെപിയുടെ പ്രതിബദ്ധതയും എല്ലാ സമുദായങ്ങൾക്കും നീതി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ സാംസ്കാരികവും മതപരവുമായ അഖണ്ഡത സംരക്ഷിക്കാനുള്ള പരിഷ്കാരങ്ങൾക്കായുള്ള ശ്രമങ്ങളെയും എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.